നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഒട്ടനവധി വിദ്യാർത്ഥികൾ വിദേശത്തെ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒട്ടനവധി വിവാദങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സംസ്ഥാനത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണെന്നും വിദ്യാർത്ഥികൾ കൂട്ടപലായനം ചെയ്യുകയാണെന്നും ഇനി ഒരിക്കലും അവർ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നും ഒക്കെയുള്ള വാദഗതികൾ നിരന്തരം പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ടി വിയിലും മാധ്യമങ്ങളിലുമെല്ലാം വരാറുണ്ട്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് എന്ന വിഷയം പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്ന് കരുതുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ കാരണങ്ങളെല്ലാം തന്നെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് അവർ വിദേശത്തേക്ക് പോകുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് പലപ്പോഴും ഈ കാരണങ്ങൾ അത്ര വ്യക്തമല്ല. അവർ പലപ്പോഴും മറ്റു പല കാരണങ്ങളാണ് വിദ്യാർത്ഥികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കൂടി, ഈ വീഡിയോയുടെ സീരീസിൽ കൂടി ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നത് എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും കോഴ്സുകളുടെ വൈവിധ്യമാണ് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ കാരണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പലപ്പോഴും നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പല സ്ട്രീമിലും ഉള്ളത്. ഉദാഹരണത്തിന് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എക്കണോമിക്സിൻ്റെ വളരെ ചുരുങ്ങിയ സ്ട്രീം ഓഫ് കോഴ്സുകളാണ് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. അങ്ങനെ ഏത് സബ്ജക്റ്റിലും ചുരുങ്ങിയ കോഴ്സുകളും ആ കോഴ്സ് പഠിച്ചാൽ ചുരുങ്ങിയ തൊഴിലവസരവുമാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമാവുന്നത്. എന്നാൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന സബ്ജക്റ്റിൽ അവർക്ക് അഭിരുചിയുള്ള മൈക്രോ നിഷിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഏത് മേഖലയെയും അവരുടെ പഠനവുമായി കണക്ട് ചെയ്ത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മൈക്രോ ലെവലിലുള്ള കോഴ്സുകൾ വികസിത രാജ്യങ്ങളിൽ ലഭ്യമാണ്. കൂടാതെ ആ കോഴ്സുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലിയും ലഭ്യമാകാനുള്ള അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും യങ് ജനറേഷനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജിയും ആ മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസവുമാണ് അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോളാർ എനർജിയെ സംബന്ധിച്ചുള്ള പഠനം, അതുപോലെ തന്നെ വിൻഡ് എനർജിയെ സംബന്ധിച്ചുള്ള പഠനം, ഓട്ടോണമസ് കാറുകളെ സംബന്ധിച്ചുള്ള പഠനത്തെ സംബന്ധിച്ചുള്ള താല്പര്യത്തോട് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. നാനോ ടെക്നോളജിയെ പറ്റിയുള്ള പഠനം, ആ മേഖലയിലുള്ള അഡ്വാൻസ്മെൻറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ എന്താണ് ലോകത്തിന് പുതുതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ രംഗമാണെങ്കിൽ റോബോട്ടിക്സ്, സർജറി, അങ്ങനെ നമുക്ക് പോലും കൗതുകമുണർത്തുന്ന പുതിയ വൈവിധ്യമാർന്നിട്ടുള്ള ടെക്നോളജിക്കൽ മേഖലയിലുള്ള പഠനമാണ് അവരുടെ പാഷൻ, അവരുടെ താല്പര്യം അതിലാണ്. അപ്പോൾ അത്തരം കോഴ്സുകളും അത്തരം കാര്യങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും എല്ലാം പോകാനാണ് വിദ്യാർത്ഥികൾ താല്പര്യപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തും ഇത്തരം കോഴ്സുകളൊക്കെ നിലവിലുണ്ടെങ്കിലും പലപ്പോഴും ഈ കോഴ്സുകളെല്ലാം വളരെ തുടക്കാവസ്ഥയിലാണ്. അതുകൂടാതെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് പലപ്പോഴും നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്, സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ല. വിദ്യാർത്ഥികൾക്ക് ആവശ്യം ഈ സബ്ജക്റ്റുകളിലെ തിയറിയല്ല, അവർക്ക് പ്രായോഗികമായി ഇതിൽ പഠിക്കുവാനും അവരുടെ സ്കിൽ ഈ മേഖലയിൽ ഡെവലപ്പ് ചെയ്യാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ ആ മേഖലയിൽ തൊഴിൽ ചെയ്യാനുള്ള പ്രാവീണ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ മേഖലയിലുള്ള അറിവല്ല അവർക്ക് വേണ്ടത്. ഇത്തരത്തിൽ പലപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റികളും കോളേജുകളുമെല്ലാം വിദ്യാർത്ഥികൾക്ക് സ്കില്ല് നൽകുന്നതിൽ പരാജയപ്പെടുന്നു. നമ്മൾ പലപ്പോഴും ബണ്ടിൽ ഓഫ് നോളജാണ് ആളുകൾക്ക് നൽകുന്നത്. വിദ്യാർത്ഥികൾ ഇപ്രകാരം അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ കൗതുകമുണർത്തുന്ന, അവർക്ക് താല്പര്യം ജനിപ്പിക്കുന്ന, അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള മേഖലയിൽ, പുതിയ കാലഘട്ടത്തിൻ്റെ മേഖലയിൽ പഠിക്കുവാനും ആ മേഖലയിലെ സ്കില്ല് സമ്പാദിക്കുവാനും
ആ മേഖലയിൽ നിലനിന്നുകൊണ്ട് ജോലി ചെയ്യുവാനും സാധ്യമാകുന്ന കോഴ്സുകൾ കിട്ടുന്ന സ്ഥലത്തേക്കാണ് വിദ്യാർത്ഥികൾ പോകുന്നത്. EduFlair, education driven by passion.